ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പാരശാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നനയ്ക്കാൻ വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോണത് കുക്കിംഗാണ് കേട്ടോ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സോയ ചങ്കും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ വീഡിയോസ് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളൊരു പാത്രം വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് സോയ ചങ്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പൊന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോയ ചങ്കും തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക്, അതുപോലെ കുറച്ച് കുരുമുളകും. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. നമുക്കിത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. തേങ്ങ അങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വറുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് മല്ലി ഇടാം. നമുക്കതൊന്ന് വറുക്കാം. മല്ലി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വച്ചിരിക്കുന്ന മുളകും ഉണക്കമുളകും കുരുമുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടൊന്ന് വറുക്കാം. അങ്ങനെ തേങ്ങ നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് അരച്ചെടുക്കാം. 100 ഗ്രാം സോയ ചങ്കാണ് ഇട്ടെടുത്തേക്കണത്. അത് നമ്മൾ തിളപ്പിച്ച് പിന്നെ തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി പിഴിഞ്ഞെടുത്ത സോയ ചങ്കാണിത്. 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വെള്ളം ഇടാതെ പൊടിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കറി വെക്കുന്നതിലേക്ക് പോകാം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പില. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും ഇടാം കേട്ടോ. നമുക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതെടുത്തിടാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇടുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തേക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചേക്കുന്ന സോയ ചങ്ക ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇടാം.
എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അങ്ങനെ സോയ ചങ്കും ഉരുളക്കിഴങ്ങും ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണോ അത്രയും വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കാം. ബാക്കി മസാല കഴുകിയ വെള്ളം ഒന്ന് ഇടണം കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അര സ്പൂണ് ഇടുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി ചാറ് വേണം. അപ്പോൾ ഒരു അര ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി തീയൊന്ന് കൂട്ടി വയ്ക്കാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് മസാല, ഗരം മസാല ഇടാം. 1/4 ടീസ്പൂൺ ഗരം മസാല. ഒന്ന് ഇളക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് വേപ്പിലയും അതിൻ്റെ പുറത്തേക്കൊന്ന് ഇടാം. നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ചു. ഇപ്പോൾ നമ്മളുടെ കറി റെഡിയാണ്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ഓക്കെ, താങ്ക് യു.